നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്ർ മാറ്റി അല്ലാഹു വഅതബനി മിനന്നാർ, പഠിച്ചോലെ നരകത്തിനെ തൊട്ട് എന്നെ നീ മോചിപ്പിക്കണം എന്നാണ്. സത്യത്തിൽ നരകത്തിനെ കുറിച്ച് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ദുആ ചെയ്യുന്നു. വെള്ളിയാഴ്ച അറിയാം, കുറഞ്ഞ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിനെ തൊട്ട് കൽവൽ തേടാൻ ഖുർആൻ ഓതുന്ന നിബിധങ്ങൾ സന്തോഷിക്കും, നിബിധങ്ങൾ പൊട്ടിക്കുകയും ചെയ്യും. നരകത്തിനെ കുറിച്ചുള്ള ആയത്ത് വന്നാൽ നിബിധങ്ങൾ അവിടെ കാണുന്നു, കരയും. സ്വർഗ്ഗത്തിനെ കുറിച്ചുള്ള ആയത്ത് വന്നാൽ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ആയത്ത് വന്നാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മ വന്നിഅമ വൽ ജന്ന, സ്വർഗ്ഗം ചോദിക്കും, റഹ്മത്ത് ചോദിക്കും. ഹദീസിൽ കാണുന്നത് ഖുതുബയിൽ നമുക്കറിയാം, ഖുതുബയുടെ അവസാനം കുറഞ്ഞ സമയമാണ് ദുആ ചെയ്യുന്നത്. അതിൽ പോലും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ലാ തുസ്ബിഹ് ഖൽഖനാ ബിന്നാ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ, നരകത്തിലിട്ട് ഞങ്ങളെ കരിക്കല്ല, അതിന്റെ വിറക് ഞങ്ങളാക്കല്ല എന്ന് മുമ്പിനെ വെള്ളിയാഴ്ച നമ്മൾ ഖുതുബ തന്നെ ദുആ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നരകം അതിന് വളരെ കഠോരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ പരാജയപ്പെട്ടു പോകുന്ന ആളുകൾക്ക്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന, അപകടങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ബൈദ് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ തയ്യാറാക്കപ്പെട്ടതാണ് നരകം. പേടിക്കേണ്ടതാണ്. അതിന്റെ ചൂടത്തിലാണ്. ഒരു സമയത്താണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ഒരു പിഞ്ചു പൈതൽ ഇങ്ങനെ പൊട്ടി കരയുന്ന തഫ്സീറിൽ കാണാം. ഒരു പിഞ്ചു പൈതൽ ഇങ്ങനെ പൊട്ടി കരയുന്ന ആ കരച്ചിൽ കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരച്ചിൽ വന്നു പോയി. അപ്പൊ ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? ആ സമയത്ത് കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഒരായത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആയത്തിന്റെ അർത്ഥമോർത്ത് ഞാൻ പൊട്ടിക്കരയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഏതാ മോനെ ആയത്ത്? ആയത്തിന്റെ വാക്യഭാഗം കൊടുക്കുന്നത് നരകത്തിനെ കുറിച്ചാണ്. ആ നരകത്തില് ജനങ്ങളെയാണ്, മനുഷ്യന്മാരെയാണ് കത്തിക്കപ്പെടുന്നത്, കല്ലുകളെയാണ് കത്തിക്കപ്പെടുന്നത്. ഇവിടെ മനുഷ്യൻ അതുപോലെ കല്ലുകൾ. അപ്പൊ എന്തിനാ പോലെ കരയുന്നത്? ഞാനത് ഓർത്തുകൊണ്ട് അപ്പോൾ മഹാനവർ ചോദിച്ചു, നീ പിഞ്ചു പൈതലല്ലേ, നീ ചെറിയ കുട്ടിയല്ലേ? അത് ജനങ്ങൾ ആ മനുഷ്യന്മാർക്കാണെങ്കിലോ നീ ചെറിയൊരു കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മളെ ചിന്തിപ്പിക്കണം, നമ്മളെ മക്കളെ ചിന്തിപ്പിക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. മുമ്പിന് മക്കളെ പോറ്റല് എന്താ പറയാ, ഏതോ ഒരു കോലത്തിലൊക്കെ നിസ്കാരിക്കുന്നുണ്ട, ഒരു കോലത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇവിടെ മുൻകാലത്തുള്ള ഉമ്മമാര് ചരിത്രം നമ്മൾ പഠിക്കണം. ലുക്മാൻ സൂറത്തെടുത്ത് പരിശോധിച്ച് നോക്കിയൊരു വാപ്പ ആരാധനയാണ്. സത്യത്തിൽ നമ്മൾ പെണ്ണുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് ചിന്തിക്കണ്ടേ, വാപ്പാന്റെ കടമ ചെയ്തൊക്കെ ഓനോട് പറഞ്ഞു എന്തെല്ലാം കടമകളാണ് പറഞ്ഞു. ഈ ചെറിയ മോനെ പറഞ്ഞതല്ല, നാളെ നരകത്തിലേക്ക് മനുഷ്യന്മാരെ വിറകുകളായി ഒന്നുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ചെറിയ ചില ചീളുകൾ ഉണ്ടാവുമല്ലോ. ആ ചെറിയ ചീളുകളിലേക്ക് എന്നെ പോണോന്ന് ചെറിയ കുട്ടികളെ വെക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി പറഞ്ഞപ്പോ ഉമർ തങ്ങൾ കുട്ടി കരഞ്ഞു പോയി. ഇതാണ് നരകം. പേടിക്കേണ്ടത്. കല്ല് വരെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആയത്തിറങ്ങിയപ്പോ കല്ല് കരഞ്ഞു, കല്ല് സംസാരിച്ചു. എന്തുകൊണ്ട്? ആ കല്ലിന് ഞാനായി പോകുന്നുള്ള പേടി കല്ല് കരഞ്ഞു. കല്ല് കരഞ്ഞു. ആ കല്ല് ഞാനാകുമോ എന്ന് പേടിച്ച് പോകുന്നത് കല്ല് സംസാരിച്ചു. തഫ്സീറിൽ കാണാം. നമ്മൾക്ക് ശ്രദ്ധിക്കാം, നമ്മളൊക്കെ ഇതിന്റെ ചൂട് പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കി ഞാൻ ഒറ്റ ചരിത്രം അവസാനിപ്പിക്കണം. ചൂട് വളരെ ചൂടാണ്. നമ്മള് നിസ്സാരമാക്കിയിട്ട് കാര്യമില്ല. ഖുർആൻ തെളിവാണല്ലോ, ഖുർആൻ തെളിവല്ലേ, ഈമാൻ കാര്യത്തിൽ പെട്ടതാണല്ലോ. നരകമുണ്ടല്ലോ, ഉറപ്പാണല്ലോ. നരകം വലുതാണ്, സ്വർഗം ചെറുതാണ്.
ശ്രദ്ധിക്കണം. നരകം ഖുർആൻ പറഞ്ഞു നന്ദി ചെയ്യുന്നവർ കുറച്ചാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഈ നരകത്തിന്റെ നിബന്ധന അവിടെ പറഞ്ഞു. താരീഖ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും മനസ്സാണ് കൈയൊക്കെ പൊന്തിച്ച് പിടിച്ചിട്ട് ഇത് ചെല്ലുമ്പോൾ നല്ലോണം ഇഖ്ലാസോട് ചെയ്യുക. ആരും വേഗോട്ട് പോകരുത്. ഒറ്റ കുട്ടി വേഗോട്ട് പോകരുത്. കഴിഞ്ഞ മുമ്പിനെ ഈ ഓഫർ എനിക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. ചിന്തിക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർസലല്ലാഹു തആല ജിബ്രീൽ ഇലാ മാലിക് അലൈഹിസ്സലാം. നരകത്തിലെ മാലിക് അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് അല്ലാഹു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നു. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അല്പം തീ കിട്ടണം. അല്പം തീ കിട്ടാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മാലിക് അലൈഹിസ്സലാമിന് അല്പം തീ വാങ്ങണം. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നു. മാലിക് അലൈഹിസ്സലാമിന് അരികിലെത്തിയപ്പോ മഹാനായ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നത്, കം തുരീദു മിനന്നാർ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കാണ്, എത്രയാണ് തീ നിങ്ങൾക്ക് വേണ്ടത്? ലോഡ് വേണോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് തോന വേണ്ട, ഒരു കാരക്കന്റെ അത്ര മതി. കാരക്കന്റെ വലിപ്പം മതി. ഒരു കാരക്കന്റെ വലിപ്പം തീ മതി. അപ്പോൾ മഹാനായ സയ്യിദുനാ മാലിക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ജിബ്രീൽ, ജിബ്രീൽ എന്നവരെ ഒരു കാലക്കന്റെ കണക്ക് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങാനും തീ തന്നാൽ ആ തീയുമായി നിങ്ങൾ പോകലോടുകൂടെ ആ തീന്റെ ചൂട് കൊണ്ട് 7 ആകാശം ഒരുങ്ങിപ്പോകും, 7 ആകാശം ഒരുങ്ങിപ്പോകും, 7 ഭൂമി ഒരുങ്ങിപ്പോകും. ഇത്ര തീങ്ങളായി പോകുമ്പോ ഇത് ചൂട് കൊണ്ട് 7 ആകാശം 7 ഭൂമി അത് ഒരുക്കി പോകുന്നു. അപ്പൊ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്താ നിസ്ഫഹ, നിസ്ഫഹ ഒരു കാരക്കന്റെ പകുതി. കെട്ടുക തന്നല്ലോ കിതാബുള്ളതാണ്. ഒരു പകുതി കാരക്കന്റെ വലിപ്പം വേണ്ട, ഒരു കാരക്കന്റെ പകുതി തന്നാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാരക്കന്റെ പകുതി കണ്ടെങ്ങാനും ഞാൻ നിങ്ങൾക്ക് ആ തീ തന്നാൽ അത് നിങ്ങൾ കൊണ്ടുപോകലോടുകൂടെ ഒരു പകുതി കൊണ്ടുപോയാൽ അതിന്റെ ചൂട് കൊണ്ട് ആകാശലോകത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടി വീഴുകയില്ല. മാത്രമല്ല ഈ ഭൂമിലോകത്ത് ഒരു സസ്യം തന്നെ മുളക്കുകയില്ല അതിന്റെ ചൂട് കൊണ്ട്. തുള്ളി വെള്ളം കൊണ്ട് വെക്കൂല, അതുകൊണ്ട് ഇവിടെ ഭൂമിയിലൊന്നും ഉണ്ടാകുകയില്ല. ഈ തരാൻ കഴിയൂല. കുട്ടിയിലെ എന്ത് ചെയ്യും? അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നത്, ഇലാഹി കം തുരീദ്, അല്ലാഹു എത്രയാണ് ഉദ്ദേശിക്കുന്നത്? ഇവരൊക്കെയാണ് അവിടെ പറയുന്നത്. ഇതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? ഞാൻ കുടുങ്ങിയിട്ടുണ്ട് അല്ലാഹുവേ, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര പോലെ വാങ്ങണ്ടേന്ന് ചോദിച്ചു. എത്ര അള്ള പറഞ്ഞു നീ ഒരു അടുപടി തൂക്കം, നമ്മൾ കടുക് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു അടുപടി തൂക്കം വാങ്ങിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കൊടുത്തിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മിനെ ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. ആ തീരെ 70 പ്രാവശ്യം 70 സമുദ്രത്തിൽ മുക്കിയിട്ടുണ്ട്. ഒരു സമുദ്രത്തിൽ മുക്കതിനൊക്കെ വറ്റിപ്പോകും ചൂട് കൊണ്ട്. എവിടെ ഒരു 2 മണി തോന്നും
ഒരു സമുദ്രത്തിൽ മുക്കുമ്പോ അത് പറ്റി പോകുന്നു. അങ്ങനെ 70 പ്രാവശ്യം അതിൽ മുക്കിയിട്ടാണ് മഹാനാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനാ ആദം നബി അലൈഹിസ്സലാമിന് അരികിലെ കൊണ്ടുകൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ടാണ് 70 വട്ടം അതിനെ മുക്കുന്നത്? ആരായത് പിടിച്ചത്? മനുഷ്യനല്ലല്ലോ, മഹാനാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ ചൂടിന്റെ ശക്തി കൊണ്ട് 70 സമുദ്രത്തിൽ മുക്കി. എന്നിട്ടോ അത്രയും സമുദ്രത്തിൽ മുക്കി തീന്റെ അണുവരെ തൂക ആദം നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചപ്പോ അതിന്റെ ചൂട് കൊണ്ട് ആ പർവ്വതം ഉരുകിപ്പോയി. മുഹമ്മദ് മുസ്തഫ എന്നിട്ട് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ സ്വഹാബ, ഈ തീയിലെ ഈ അവസാനമായി 70 സമുദ്രത്തിൽ മുക്കിയതായ തീയിലെ ആ തീയിന്റെ പുകയില് ആ പുകനേക്കാളും വളരെ നേരിയ തീയാണ് ദുനിയാവിലെ തീയെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര നമ്മൾ വലിയ ആളാണെങ്കിലും തീയോട് എന്ത് കളിച്ചാലും ഒരു കണക്കിനുണ്ടാവില്ല, ഇങ്ങനെ വിവരാകാൻ ഇവിടുത്തെ തീയാന്റെ ചോദ്യങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താ പറഞ്ഞാൽ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു, എത്ര മിനിറ്റ് നമ്മൾ തീയിൽ കഴിയുമ്പോൾ ചിലവരൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തായാലും ശരി അതിനൊക്കെ കഴിയൂല. അപ്പൊ ശ്രദ്ധിക്കുക, പിന്നെ വളരെ ചൂടാണ് തീ നരകമെന്നുള്ളത്. നമ്മൾ പൊട്ടി പൊട്ടി കരഞ്ഞ് അള്ളാഹുവോട് ചൂട് അങ്ങനെ കാവൽ തേടല്ലാതെ നിർവാഹമില്ല. ഇത് കാവല് വന്നിരുന്നില്ല പറഞ്ഞോളി. ഒരു ഇമാമ് ദുആ ചെയ്തിട്ട് ഇത് കൊള്ളാൻ മാത്രം പറയല്ലേ, ഒറ്റയ്ക്ക് ഇതൊക്കെ നല്ല ദുആ ചെയ്യും. ഭയങ്കരമാണത്, ഭയങ്കരമാണ്. അല്ലാഹു നമ്മുടെ നരകത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ മാത്രം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനെ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണിത്, ഖുർആനിന്റെ വാക്കാണ്. ഈ മുഹമ്മദിന് എന്നോടല്ല എന്ന് പറയും, എന്നോട് മാത്രമല്ല, നിങ്ങളുടെ കുടുംബം, എന്റെ ഭാര്യ, മക്കൾ, എന്റെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, അവരൊക്കെ ഞാൻ നരകത്തിനെ തൊട്ട് കാക്കാനുള്ളതായ പണി ഞാൻ എടുക്കേണ്ടതുണ്ട്. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് അല്ലാഹു ഹബീബ് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ഫാത്തിമ അഖ്ബിദ് നഫ്സക അനിന്നാർ, നരകത്തിനെ തൊട്ട് നിന്റെ ശരീരത്തെ ശ്രദ്ധിച്ചോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു മഹാന്മാരുടെ കടമാണ്. ഒന്ന് പറയാ മോനോടൊക്കെ ഖുർആൻ ഓതുന്നതിന് മോനെ ശ്രദ്ധിക്കുന്നത് ഓതുവാകും പറഞ്ഞു കൊടുക്കുക. ചിലവര് പറയും പെണ്ണുങ്ങൾ ഭാര്യ അർത്ഥം തീർക്കുന്നുണ്ട്, അമ്മായി തീർക്കുന്നുണ്ട്, ഉമ്മ തീർക്കുന്നുണ്ട്, നമ്മക്കൊന്നുമില്ല, നമുക്ക് ഓതണ്ടേ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഇത് വളരെ ചൂടാവും. എത്രത്തോളം ഇതിന്റെ ചൂടിന്റെ തീന്റെ തങ്ങൾ പറയുന്നത് തീരെ പറ്റി പറയുകയാണ്. അതിനെ ഒരു വർഷം ചൂടാക്കിയപ്പോ ഏതുവരെ അത് ചുവന്നതായ കളറായിരുന്നു, ചുവന്ന കളറ്. പിന്നെ ഒരു വർഷം അതിനെന്തായി കത്തിച്ചപ്പോ അത് വെളുത്ത കളറായി. 3ാമത് കത്തിച്ചപ്പോ അത് കറുത്തതായി. എന്നിട്ട് വിധങ്ങൾ പറയാം, കറുപ്പ്, മുതലവന ഇരുട്ട്. അതിഭയങ്കരമായ തീയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തീ ആളിക്കത്ത് നീല കളറൊക്കെ ഉണ്ടാവും, നീല കളറൊക്കെ നല്ല അത് ചൂട് കൂടുതലാണ്. ഇവിടെ ഇത്രയും വലിയതാണ്. എത്ര അതിന്റെ ആയങ്ങൾ കണ്ടില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് കാണാം, മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. ഒരു സമയത്ത് നബി തങ്ങൾ സഹാബത്ത് തമ്മിൽ നിൽക്കുമ്പോൾ ഒരു ഒച്ച കേട്ടു, ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടതേക്കും, ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിച്ചു, യാ സഹാബ, ആ ശബ്ദം എന്താ നിങ്ങൾക്ക് അറിയുമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. നബിക്കും അല്ലാഹു അറിയാതെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബത്തെ, അതിന് 70 കൊല്ലം ശ്രദ്ധിക്കണേ. 7 ദിവസമല്ല, 70 കൊല്ലം മുമ്പ് അതിനെ നരകത്തിലേക്ക് ഇട്ടതായതല്ലേ, അത് ഇപ്പൊ അതിന്റെ സ്ഥാനത്തെത്തിയെന്ന് മുഹമ്മദ് മുസ്തഫ. 70 കൊല്ലം ഒരു കല്ലിങ്ങനെ പോക, അത് മുറക്കല്ലേ ഇങ്ങോട്ട് നോക്കി. 70 കൊല്ലം അത് ഇപ്പോഴെത്തിയിട്ടുള്ളൂ എന്നാ പറയുന്നത്. അതുകൊണ്ട് പോയി നമ്മൾ നിസ്കാരത്തിന് അവസാനിപ്പിക്കാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. ദുആ ചെയ്യുന്നു, മച്ചോനെ ഖബറിന്റെ അദാബ്, നരകത്തിന്റെ അദാബ് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഇമാമിങ്ങളെ ഓത്ത് നമ്മൾ കേൾക്കുന്നില്ലേ? അടുത്തൊരു വൽഫജർ സൂറത്ത് ഉള്ളതാണല്ലോ. വൽഫജറിൽ അവസാനമായി പൊട്ടിക്കരയാണ്. അവസാനമായി അവിടെ വെച്ചുകൊണ്ട് മലക്കുകൾ വരുന്ന കഥ പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്ന സമയത്ത് മനുഷ്യൻ ചിന്തിച്ചു പോകും, അല്ലാഹുവേ എനിക്ക് എങ്ങനെയാ രക്ഷപ്പെടുക? നരകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ മഹാന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഹർമിലെ പോത്തില് വലിയ ആളുകളൊക്കെ ഓതുമ്പോ പൊട്ടിക്കറിയാ നരകത്തിനെ കുറിച്ച് പറയുമ്പോ അതുകൊണ്ട് ഉപരെ അവസാനിപ്പിക്കുന്നത് നമ്മോട്ടൊക്കെ നമുക്ക് ചെയ്യാനുള്ള പടച്ചോനോട് പറയും, അമ്മനെ ചെയ്യരുത്. ആ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള പണിയൊക്കെ നമ്മൾ എടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നരകമോചനം നൽകി നമുക്ക് പ്രതീക്ഷ ഉള്ളത് കോടിക്കണക്കിന് ആളുകളെ നമ്മൾക്ക് ചെയ്യേണ്ടതാണ്. കോടിക്കണക്കിന് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല റഹ്മാനുർ റഹീമാകുമെന്ന് നരകം കണ്ട് എന്നിരുന്നാലും അതിലേക്ക് അല്ലാഹു തആല ഒരുപാട് ആളുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ ആ കണക്കിനെ നമ്മളോട് ദിക്ർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കണക്കിനെ തട്ടാൻ കഴിയുന്നത് രണ്ടെണ്ണത്. ഒന്ന് ദർബാണ്, നല്ലോ കൊടുക്കുക. മറ്റൊന്ന് പറയുന്നത് ദുആയാണ്. അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും ദുആ ചെയ്ത് ഈ കുടുംബത്തിൽ നിങ്ങൾ കൂട്ടുക. അവിടെ നമ്മോട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന് തറാവിയ നഷ്ടപ്പെടുത്തേക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തേക്ക്. കുറെ പോയിട്ടുണ്ടാകും തറാവിയും ജമാഅത്തിന്റെ പ്രതിഫലം പറയേണ്ടതില്ല. റമദാനല്ലേ, ഫർദിന്റെ കൂലികൾ കിട്ടുകയാണ്. എല്ലാവരും കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇന്നലെ മഗ്‌രിബിന്റെ ഇന്നലെ ഞാൻ വിചാരിച്ചു മഗ്‌രിബിന്റെ സമയമാണ്, സമയത്തൊക്കെ ഒരുപാട് ആൾ അർത്ഥം പറയുകയാണ്. അതായത് മഗ്‌ഫിറത്തിന്റെ 10 വിട പറയുകയാണ്. എല്ലാവരും 10 മിനിറ്റ് തസ്ബീഹ് ചെയ്ത് സമയത്ത് കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരാൾക്കാർ ദ്വാരങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, അവനവന് വേണ്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ കാര്യം അത്ര തന്നെ ഉള്ളൂ. ഏതായാലും എത്രത്തോളം ചെറിയ ശിക്ഷയെ കുറിച്ച് നിമിത്തങ്ങൾ പറഞ്ഞു. ഒരു ചൂടുള്ള ചെരുപ്പ് ശ്രദ്ധിക്കേണ്ട, ഒരു ചൂടുള്ള ചെരുപ്പ് കൊടുക്കില്ല. അതല്ല ചെരുപ്പല്ല, ചൂടുള്ള ചെരുപ്പ് അതിൽ കയറുന്നത്. അതിലൂടെ തല പതച്ചത്. ഇതാണ് നരകത്തിലെ ചെറിയ ശിക്ഷയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂടുള്ള ചെരുപ്പ് കയറുന്നത് അതിലൂടെ തലങ്ങനെ പതിച്ച ചെറിയ ശിക്ഷ. ചിലവര് പറയുന്നത് നരകത്ത് കടന്നാലോ അതൊക്കെ ഉരുക്കാൻ പോകൂല, ഒരുക്കി പോയാലും വേറെ ശരീരം കൊടുക്കുന്നു, വേറെ തൊലി കൊടുക്കും, തൊലി ഒരുക്കും, വീണ്ടും വേറെ തൊലി കൊടുക്കും. ഇങ്ങനെ മാറ്റി മറിച്ച് കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ചില ആളുകളൊക്കെ നരകത്തിൽ പോകുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ദിവസം പറയാം. അല്ലാഹു തആല നമുക്ക് നരകമോചനം നൽകി സ്വർഗ്ഗപ്രവേശനം അനുഗ്രഹിക്കുമാറാകട്ടെ.